ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമിനേഷനിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് ടേമിൽ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ, സെക്കൻഡ് ടേമിലെ ആദ്യത്തെ ചാപ്റ്റർ. തീർച്ചയായും ഈ ചാപ്റ്ററിൽ നിന്ന് 10 മുതൽ 12 മാർക്കിന് വരെ ക്രിസ്മസ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. സിമ്പിൾ ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ ഇതിലെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. 3 ആപ്ലിക്കേഷൻ ആണുള്ളത്: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്, ഫൈനലി മാക്സിമ ആൻഡ് മിനിമ. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം ഇതിലെ കീ പോയിന്റ്സ് മനസ്സിലാക്കുക, എന്നിട്ട് അതിലെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്: A function f of x is increasing if f dash x greater than or equal to 0 for all x element of capital R set of all real numbers. അല്ലേ, ഏതൊരു x വാല്യൂവിനും ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്ന് പറയും. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ് എന്ന് പറയും. f dash x സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയും. A function f of x is decreasing if f dash x less than or equal to 0 for all x element of capital R. ഈ ഈക്വൽ ടു എടുത്ത് കളഞ്ഞാൽ f dash x strictly less than 0 ആണെങ്കിൽ the function strictly decreasing എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്. ഓക്കെ, നെക്സ്റ്റ്, the rate of change of y with respect to x is എന്താണ്? dy by dx. The rate of change of y with respect to time t ആണെങ്കിൽ അതെന്തായിരിക്കും? dy by dt. The rate of change of capital A area with respect to radius ആണെങ്കിൽ അതെന്തായിരിക്കും? dA by dr. ഈ ഒരു ഐഡിയ യൂസ് ചെയ്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മാക്സിമ ആൻഡ് മിനിമ ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ്: ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവൽ ഐ ആൻഡ് എ എലമെന്റ് ഓഫ് ഐ, ദെൻ എക്സ് ഈക്വൽ ടു എ ഈസ് എ ലോക്കൽ മാക്സിമ ഇഫ് എഫ് ഡാഷ് എ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് എ ലെസ് ദാൻ 0. എന്താണ് ഈ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് ലോക്കൽ മാക്സിമ ആകണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിന്റിന്റെ വാല്യൂ 0 ആയിരിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ആ പോയിന്റ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ആ പോയിന്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റ് എന്തെന്ന് പറയും? ലോക്കൽ മാക്സിമ. എക്സ് ഈക്വൽ ടു എ ഈസ് എ ലോക്കൽ മിനിമ ഇഫ് എഫ് ഡാഷ് എ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഒരു പോയിന്റ് ലോക്കൽ മിനിമ എന്ന് പറയണമെങ്കിൽ ആ പോയിന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കണം. ഹിയർ എ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പോയിന്റ് ഓർ ടേണിംഗ് പോയിന്റ് ഓർ എക്സ്ട്രീം പോയിന്റ് എന്ന് പറയും. അല്ലെ, ടേണിംഗ് പോയിന്റ് കണ്ടെത്താനുള്ള എളുപ്പവഴി ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ അതിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമം ചെക്ക് ചെയ്യാനുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ്. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ: an edge of a variable cube is increasing at the rate of 3 centimeter per second. How fast is the volume of the cube increasing when the edge is 10 centimeter long? ഒരു ക്യൂബിന്റെ ഒരു എഡ്ജ് ഓരോ സെക്കൻഡിലും 3 സെന്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു എങ്കിൽ അതിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണുക. വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ടൈം. when the edge is 10 centimeter long. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം let x be an edge of a cube. ക്യൂബിന്റെ എഡ്ജ് എന്തെന്ന് അസ്യൂം ചെയ്യുന്നു? x എന്ന് അസ്യൂം ചെയ്യുന്നു. ഈ എഡ്ജിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണ് dx by dt. എക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ദാറ്റ് ഈസ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, എക്സ് എഡ്ജിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആകുമ്പോൾ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്.
അപ്പൊ വോളിയം ഓഫ് ദ ക്യൂബ് കാണുന്ന ഫോർമുല എഴുതണം. ക്യൂബിന്റെ വോളിയം നിങ്ങൾക്കറിയാം, സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ ഒരു എഡ്ജ് എക്സ് ആണ്, അപ്പൊ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. വോളിയം ഈക്വൽ ടു എക്സ് ക്യൂബ്. നമുക്ക് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കാണേണ്ടത്. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് എഴുതുക. v യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് dv by dt. y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണെങ്കിൽ dy by dx. സിമിലർലി v യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t എന്താണ്? dv by dt. Now x ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x അല്ല, t ആണ് കേട്ടോ. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് സാധാരണ ചെയ്യുന്നത് പോലെ x റൈസ് ടു n ന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. അപ്പോൾ x ക്യൂബ് എന്തായിരിക്കും? 3 ഇൻറ്റു x റൈസ് ടു 1 കുറയ്ക്കുക പവർ 2 ഇൻറ്റു dx by dt എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x ആണെങ്കിൽ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് ജസ്റ്റ് 3x². പക്ഷേ വിത്ത് റെസ്പെക്ട് ടു t ആണ്, അപ്പോൾ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² എഴുതിയതിനു ശേഷം ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t, അത് dx by dt, അത് മൾട്ടിപ്ലൈ ചെയ്യണം. y ക്യൂബ് അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 3y² ഇൻറ്റു dy by dx കൊടുക്കുന്നത് പോലെ ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് x വിത്ത് റെസ്പെക്ട് ടു t മൾട്ടിപ്ലൈ ചെയ്യണം. അത് മാത്രമാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 10² ഇൻറ്റു dx by dt ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. The radius of a circle is increasing at the rate of 5 cm per second. How fast is the area of the circle increasing when the radius is 10 cm? ഒരു സർക്കിളിന്റെ റേഡിയസ് ഓരോ സെക്കൻഡിലും 5 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. Then we have to find rate of change of its area when the radius is 10 cm. നേരത്തെ ചെയ്തതുപോലെ let r be the radius of the circle എന്ന് അസ്യൂം ചെയ്യുക. റേഡിയസിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ dr by dt ഈക്വൽ ടു 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. റേഡിയസ് 10 സെന്റിമീറ്റർ ആകുമ്പോൾ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഏരിയ ഓഫ് എ സർക്കിൾ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, πr². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി, ക്യാപിറ്റൽ എ യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താണ്? da by dt ഈക്വൽ ടു പൈ കോൺസ്റ്റന്റ് ഇൻറ്റു r². ഇവിടെ റേഡിയസ് വേരിയബിൾ ആണ്, വേരി ചെയ്യുന്നതാണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കരുത് കേട്ടോ, കാരണം റേഡിയസിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടല്ലോ. സോ r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു r ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. x² നേരത്തെ ചെയ്തപ്പോൾ 2x ഇൻറ്റു dx by dt. സിമിലർലി r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു dr by dt. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ ഇൻറ്റു 2 ഇൻറ്റു r എന്താണ്? 10. dr by dt എന്താണ്? 5. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, വിച്ച് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. Show that the function f given by f of x equal to x cube minus 3x² plus 4x, x element of r is strictly increasing on r. ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 എന്ന് പ്രൂവ് ചെയ്യണം. f' പോസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ f' കണ്ടെത്തുക. f of x x cube minus 3x² plus 4x. f' എന്താണ്? x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു x raised to 2. x² ഡെറിവേറ്റീവ് 2 ഇൻറ്റു x, ഈ -3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6x. 4x ഡെറിവേറ്റീവ് 4 മാറ്റി വെച്ചു, x ഡെറിവേറ്റീവ് 1. 4 ഇൻറ്റു 1 എന്താണ്? 4. ഇത് പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇത് ഒരു സ്ക്വയർ ക്വാണ്ടിറ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ 2 ടേമിൽ നിന്ന് 3 ഔട്ട്സൈഡ് എടുക്കുന്നു. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ്. ഇതൊരു സ്ക്വയർ ക്വാണ്ടിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് 2 ടേംസ് കോമൺ ആയിട്ട് എന്ത് ഔട്ട്സൈഡ് എടുക്കാം? 3. അത് പോയി കഴിഞ്ഞാൽ x² minus 2x. ദെൻ ഔട്ട്സൈഡ് എന്തുണ്ട്? +4. 3 ഇൻറ്റു നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ അല്ലെ, പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന പ്രൊസീജിയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. x² minus 2x അതുപോലെ എഴുതുക. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -2. അതിന്റെ ഹാഫ് എടുക്കുക. -2ന്റെ ഹാഫ് എന്താണ്? -1. അത് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? അത് സ്ക്വയർ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അതിവിടെ ആഡ് ചെയ്തു. എന്താണ്? ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. x² minus 2x അതുപോലെ എഴുതി. എക്സിന്റെ കോഎഫിഷ്യന്റ് -2, അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ -1. അത് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആഡ് ചെയ്യുക, ദെൻ സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? +1. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1.
മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു -1 എന്താണ് -3. അത് ഞാൻ ഔട്ട് സൈഡ് എഴുതി കണ്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ഉള്ള 4 അതുപോലെ എഴുതി. സോ അകത്ത് ഞാൻ ഒരു 1 ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു 3 ആണ് ആഡ് ചെയ്തത്. അപ്പൊ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ ഒരു -3 ഔട്ട് സൈഡ് സബ്ട്രാക്ട് ചെയ്യുക. ദെൻ ലാസ്റ്റ് 4 അതുപോലെ എഴുതി. നെക്സ്റ്റ് 3 ഇൻറ്റു ഈ സംഗതി ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ x-1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എഴുതാൻ എളുപ്പവഴി x² റൂട്ട് x ഈ മൈനസ് അതുപോലെ എഴുതുക. മൂന്നാമത്തെ ടേമിന്റെ റൂട്ട് 1ന്റെ റൂട്ട് 1 തന്നെയാണ്. ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത 4 - 3 എന്താണ് +1. ഇനി എക്സിന് നമ്മൾ ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇതെന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർലി f' > 0 കാരണം എക്സിന് ഏത് നമ്പർ കൊടുത്താലും ഇതൊരു സ്ക്വയർ ക്വാണ്ടിറ്റി ഇൻറ്റു 3 അത് പോസിറ്റീവ് ആണ്. അതിന്റെ കൂടെ 1 കൂട്ടിയാലും എന്ത് തന്നെയാണ് പോസിറ്റീവ് തന്നെ വരും. ഇവിടെ 1 കൊടുത്താലും അത് 0 ആവും. 0യുടെ കൂടെ 1 കിട്ടിയാൽ 1. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓൾവേസ് സ്ട്രിക്ട്ലി > 0. therefore f(x) is strictly increasing എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ട് ഇത് ഒന്നുകൂടെ ഭംഗിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, very important question number 4. Find the intervals in which the function f(x) equal to 2x cube minus 3x square minus 36x plus 7 is strictly increasing. Second one, strictly decreasing. ഈ ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവെല്ലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഏതൊക്കെ ഇന്റർവെല്ലാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി ആദ്യം f(x) എടുത്തെഴുതുക. f(x) എഴുതി ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടെത്തുക. f'(x) x³ ഡെറിവേറ്റീവ് 3x² ഇൻറ്റു 2 ആകുമ്പോൾ 6x². x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു -3 -6x. x ഡെറിവേറ്റീവ് 1 ഇൻറ്റു -36 -36. 7 കോൺസ്റ്റന്റ് മാത്രം, അതിന്റെ ഡെറിവേറ്റീവ് 0. f'(x) കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. വിച്ച് ഇംപ്ലൈസ് ഇത് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ഒരു 6 പുറത്തെടുത്തിരിക്കുകയാണ്. 6 ഔട്ട് സൈഡ് എടുത്താൽ x² - x - 6 ഈക്വൽ ടു 0. 6 ഇൻറ്റു ഇത് സോൾവ് ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്യുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a ആ റൂൾ ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ കണ്ടെത്തിയാലും മതി. ഇവിടെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 -3 2 അങ്ങനെയാണ് x - 3 ഇൻറ്റു x + 2 വന്നത്. ഓക്കെ, അപ്പോൾ x - 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 3, x + 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു -2. എന്തായാലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ രണ്ട് വാല്യൂസ് കിട്ടും. ദീസ് ആർ കോൾഡ് ക്രിട്ടിക്കൽ പോയിന്റ്സ്, ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയും. ഈ പോയിന്റുകളിലാണ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്യുന്നത്. അതായത് ഈ പോയിന്റുകൾ എത്തുമ്പോൾ എക്സിന്റെ വാല്യൂ ഈ പോയിന്റ് എത്തുമ്പോൾ ആ ഫംഗ്ഷന്റെ നേച്ചർ ചേഞ്ച് ചെയ്യും. അതായത് ദ പോയിന്റ്സ് ആദ്യം ചെറിയ നമ്പർ എഴുതുക. x ഈക്വൽ ടു -2 ആൻഡ് x ഈക്വൽ ടു 3 ഡിവൈഡ് ദ റിയൽ ലൈൻ ഇൻറ്റു 3 ഡിസ്ജോയിന്റ് ഇന്റർവെൽസ്. അതായത് നമ്മുടെ റിയൽ നമ്പർ നിങ്ങൾക്കറിയാം -∞ മുതൽ +∞ വരെ. -∞ മുതൽ -2 വരെ ഈ ഫംഗ്ഷന് ഒരു സ്വഭാവവും, -2 മുതൽ 3 വരെ മറ്റൊരു സ്വഭാവവും, 3 മുതൽ ∞ വരെ മറ്റൊരു സ്വഭാവവുമായിരിക്കും. ഈ 3 ഇന്റർവെല്ലിലും നേച്ചർ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ -∞ മുതൽ -2 വരെ ഒരു നേച്ചർ, -2 മുതൽ 3 വരെ ഒരു നേച്ചർ, ദെൻ 3 to ∞ മറ്റൊരു നേച്ചർ. അപ്പൊ ആദ്യത്തെ ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. ഇൻ ഓപ്പൺ ഇന്റർവെൽ -∞, -2. ഈ ഇന്റർവെലിൽ f'(x) എന്താണ്? ഈ ഇന്റർവെലിൽ f'(x) അതായത് -∞, -2 എന്ന് പറയുമ്പോൾ -2നേക്കാളും ചെറിയ റിയൽ നമ്പർ, -2നേക്കാളും ചെറിയ റിയൽ നമ്പർ ഒത്തിരി ഉണ്ട്, -3 -4 എക്സെട്ര. അതിൽ എക്സിന് ഞാൻ -3 കൊടുത്തിട്ട് f'(x)ന്റെ വാല്യൂ കണ്ടെത്തുന്നു. എക്സിന് ഇവിടെ -3 കൊടുത്ത് f'(x)ന്റെ വാല്യൂ കണ്ടെത്തുക. എക്സിന് -3 കൊടുത്തിട്ട് f'(x) കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. എക്സിന് -3 കൊടുക്കുമ്പോൾ ഇതെന്താണ്, +9, 9 × 6 54. ഇവിടെ എന്ത് വരും, -3 ഇൻറ്റു മൈനസ്, അപ്പോൾ +18, അപ്പോൾ 72 - 36 +36 എന്ന് കിട്ടും. എക്സിന് -3 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് +36, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എനിക്ക് എന്ത് കിട്ടി, പോസിറ്റീവ് എന്ന് കിട്ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഇന്റർവെലിൽ f(x) എന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇനി അടുത്ത ഇന്റർവെൽ കൺസിഡർ ചെയ്യുക, -2, 3. ആ ഇന്റർവെലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്,
-2നും 3ക്കും ഇടയ്ക്കുള്ള ഒരു റിയൽ നമ്പർ അത് 0 ആണ്. ആ 0 എടുത്ത് ഇവിടെ കൊടുക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് 0 ഇത് 0 -36, അതായത് നെഗറ്റീവ് എന്ന് കിട്ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് കിട്ടി ഈ ഇന്റർവെലിൽ. therefore f of x is strictly decreasing in open interval -2, 3. അടുത്ത in 3, ∞, 3യേക്കാളും ഒരു വലിയ നമ്പർ x = 4 ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും. therefore ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയാം. അതായത് ഒരു ഇന്റർവൽ കിട്ടിയാൽ മതി. ആദ്യത്തെ ഇന്റർവൽ എന്തായിരുന്നു? പോസിറ്റീവ്, അതായത് ഇൻക്രീസിംഗ്. എങ്കിൽ അടുത്തത് ഡിക്രീസിംഗ്, അടുത്തത് എന്തായിരിക്കും? ഇൻക്രീസിംഗ്. എങ്കിലല്ലേ ചേഞ്ച് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തും നമുക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരം ചോദിക്കാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ f of x = x³ - 3x. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് ഈ ഫംഗ്ഷന്റെ മാക്സിമം മിനിമം കണ്ടെത്തണം. അതിനുവേണ്ടി f of x എടുത്തെഴുതുക, x³ - 3x. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, x³ അതിന്റെ ഡെറിവേറ്റീവ് 3x² -3x ന്റെ ഡെറിവേറ്റീവ് -3. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടെ കണ്ടെത്തി വെക്കുക. -3 അത് 0, x² 2x × 3 എന്ത് കിട്ടി? 6x. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്തുക. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് = 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3x² - 3 = 0, x² = 1, x = എന്ത് കിട്ടി? +or-1. ദീസ് ആർ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ടേണിംഗ് പോയിന്റ്സ്. ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. ആദ്യം when x = 1 f'(x) എന്താണ്? ഇവിടെ കൊടുക്കുക, എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പൊ 6 പോസിറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ x = 1 സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തപ്പോൾ പോസിറ്റീവ് കിട്ടി. therefore x = 1 ഈസ് എ ലോക്കൽ മിനിമ എന്ന് പറയും. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് കിട്ടിയാൽ ആ പോയിന്റ് ലോക്കൽ മിനിമ. ആ പോയിന്റ് എടുത്ത് നമ്മുടെ ഗിവൺ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ മിനിമം വാല്യൂ കിട്ടും. സോ മിനിമം വാല്യൂ = ഈ പോയിന്റ് എവിടെ കൊടുക്കണം? ഫംഗ്ഷനിൽ കൊടുക്കണം. f of 1 that is equal to 1³ 1 - 3. 1 - 3 എന്താണ്? -2. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ചെക്ക് ചെയ്യാം. x = -1 ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ കൊടുക്കുക. എക്സിന് -1 കൊടുത്താൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ്, അതായത് x = -1 ഈസ് എ ലോക്കൽ മാക്സിമ. മാക്സിമം വാല്യൂ കാണാൻ ഈ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുക. f of -1 നിങ്ങൾക്കറിയാം, -1 × ക്യൂബ് -1. ഇവിടെ -3 × -1 +3, 3 - 1 എന്ത് കിട്ടി? 2. അതായത് മാക്സിമം വാല്യൂ, അതായത് ലോക്കൽ മാക്സിമം വാല്യൂ 2, ലോക്കൽ മിനിമം വാല്യൂ എന്തെന്ന് കിട്ടി? -2 എന്ന് കിട്ടി. ഓക്കെ, ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്കിലും ചില ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, എങ്കിലും ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നു. Find two positive numbers whose sum is 15 and the sum of whose squares is minimum. രണ്ട് നമ്പറിന്റെ സം 15, അവയുടെ സ്ക്വയേഴ്സിന്റെ സം മിനിമം ആകണമെങ്കിൽ what are the numbers? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് മാക്സിമം മിനിമയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. Let x and y be the numbers എന്ന് അസ്യൂം ചെയ്യുക. x + y = എന്താണ്? 15 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് y = എന്ത് കിട്ടും? 15 - x. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ്, ഈ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം, അതായത് x² + y² എന്ന് പറയുന്ന മിനിമം ഒന്ന് പ്രൂവ് ചെയ്യണം. ആ ഫംഗ്ഷൻ s എന്ന് കൊടുക്കാം. സോ ലെറ്റ് s = x² + y². ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, അത് സിംഗിൾ വേരിയബിൾ ആക്കണം. x² + y എന്ന് പറഞ്ഞാൽ എന്താണ്? 15 - x the whole square. ഇപ്പൊ സിംഗിൾ വേരിയബിൾ ആയി. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. x² ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ് ഇത് x എന്ന് അസ്യൂം ചെയ്താൽ x² 2 × x 15 - x × x എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ആണ്, അത് -1. ഓക്കെ, അടുത്ത s', 2x ന്റെ ഡെറിവേറ്റീവ് 2. അടുത്ത ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 2 × -1 -2 കോൺസ്റ്റന്റ്, ഇതിന്റെ ഡെറിവേറ്റീവ് -1, അതായത് 2 + 2 സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തെന്ന് കിട്ടി? 4. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇത് 2x - 2 × 15 - x = 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4x = 30, x = 7.5. ഈ എക്സിന്റെ വാല്യൂ എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക. s'' എന്ന് പറഞ്ഞാൽ 4 ആണ്. x ഉണ്ടെങ്കിലേ 7.5 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഏത് x വാല്യൂ എടുത്താലും സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? 4 പോസിറ്റീവ് എന്ന് കിട്ടി. അതായത് when x = 7.5 സെക്കൻഡ് ഡെറിവേറ്റീവ് 4 പോസിറ്റീവ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ മിനിമം ആകുന്നത് എപ്പോഴാണ്? when x = 7.5 എന്ന് പറയാം.
അതായത് എസ് ഈസ് മിനിമം വെൻ എക്സ് ഈക്വൽ ടു 7.5. കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ കാണുക. y എന്തായിരുന്നു? 15 മൈനസ് എക്സ്. 15ൽ നിന്ന് 7.5 കുറച്ചാൽ 7.5. അതായത് എക്സും വൈയും 7.5 ആകുമ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. സോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമായി ഈ പ്രോബ്ലംസ് എഴുതി പഠിക്കുക. ഇതേ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യത. തീർച്ചയായും ഇത് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് പ്രോബ്ലംസും ഇത്തരത്തിലുള്ളത് വന്നാൽ ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.